സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ പ്രഭാതത്തിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ബൈബിൾ കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിരുന്ന പുസ്തകം ജോൺ ബെനിയൻ എഴുതിയ പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിലെ പ്രമേയം ക്രിസ്ത്യാനി എന്ന് പേരുള്ളതായ ഒരു മനുഷ്യൻ മോക്ഷം തേടിയുള്ളതായ യാത്രയാണ്. അങ്ങനെ തൻ്റെ പാപഭാരവും പേറി മോക്ഷം തേടിയുള്ള യാത്രയിൽ അദ്ദേഹം ഒരു മായച്ചന്തയിൽ എത്തിച്ചേരുന്നു. അവിടെ താൻ കാണുന്നത് വളരെ തിരക്കേറിയ ഒരു നഗരമാണ്. താൻ കാണുന്ന എല്ലാ കാര്യങ്ങളും മായയായിട്ടുള്ളതാണ്. അവിടെ നിറഞ്ഞിരിക്കുന്ന എല്ലാ വസ്തുക്കളും മായയാണ്. വാസ്തവത്തിൽ അത് ഈ ലോകത്തിൻ്റെ ഒരു ചിത്രമാണ്. നാം ജീവിക്കുന്നതായ ചുറ്റുപാടുകളിൽ നാം കാണുന്നതെല്ലാം മായയായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് യഥാർത്ഥമായിട്ടുള്ളത് ഒന്നുമില്ല എന്ന് ചുരുക്കം. നാം കാണുന്നതെല്ലാം പൊയ്മുഖങ്ങളാണ്. യഥാർത്ഥ മുഖങ്ങളെല്ലാം അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നു. കൊടിയ വിഷം വിൽക്കുന്നതായ കടകളിൽ ഏറ്റവും വലിയ പരസ്യമാണ് പ്രദർശിപ്പിക്കാറുള്ളത്. കൊടിയ വിഷം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പാക്കറ്റുകളുടെ പുറത്ത് ഏറ്റവും മനോഹരമായ ആകർഷകമുള്ള പരസ്യങ്ങളാണ് ആലേഖനം ചെയ്യാറുള്ളത്. ഇത് വിഷമാണ് എന്നുള്ളത് വളരെ ചെറിയ അക്ഷരത്തിൽ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത നിലയിലാണ് എഴുതി വയ്ക്കാറുള്ളത്. നിങ്ങൾ മദ്യഷാപ്പുകളിൽ നോക്കുക. മദ്യഷാപ്പുകളുടെ ബോർഡുകളിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പ്രദർശിപ്പിക്കണം എന്ന നിയമമുണ്ട്. എന്നാൽ അത് ശ്രദ്ധയിൽപ്പെടാത്ത നിലയിൽ വളരെ ചെറുതായി മാത്രമേ രേഖപ്പെടുത്താറുള്ളൂ. പുകവലിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുകളിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് വ്യക്തമായി എഴുതി പ്രദർശിപ്പിച്ചിരിക്കണം എന്ന് നിബന്ധനയുണ്ട്. എന്നാൽ അത് വളരെ ചെറിയ അക്ഷരത്തിൽ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത നിലയിൽ മാത്രമേ അതിലെഴുതാറുള്ളൂ. ആ പാക്കറ്റിൻ്റെ പുറത്തുള്ളതായ പരസ്യങ്ങളും അതിലെ എഴുത്തുകളും ഏറ്റവും മനോഹരവും നമ്മുടെ ശ്രദ്ധ വളരെ പെട്ടെന്ന് പിടിച്ചു പറ്റുന്ന നിലയിലുള്ളതുമായിരിക്കും. ഇനി ഭക്ഷണ സാധനങ്ങൾ നോക്കുക. എല്ലാറ്റിലും മായം കലർത്തിയിട്ടാണ് നമുക്ക് നൽകുന്നത്. അങ്ങനെ മായം കലർത്തുന്നതിനെല്ലാം നിയമങ്ങളും നിബന്ധനകളുമുണ്ട്. അതൊന്നും പാലിക്കാതെ യാതൊരു നിയന്ത്രണവുമില്ലാതെ അതിഭയാനകമായ നിലയിൽ മായം കലർത്തിയ ആഹാര സാധനങ്ങളാണ് നമുക്ക് വാസ്തവത്തിൽ ലഭിക്കുന്നത്. അങ്ങനെ ഒരു മായച്ചന്തയിലാണ് നാം ജീവിക്കുന്നത്. ദുഷ്ടത നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ചതിവും വഞ്ചനയും വ്യാജവും എല്ലാം നിറഞ്ഞിരിക്കുന്നതായ ലോക സാഹചര്യങ്ങളിൽ വാസ്തവത്തിൽ വ്യാജമല്ലാത്തത് എന്താണ്? മായമില്ലാത്തത് എന്തിനാണ്? അതേ സംബന്ധിച്ച് തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ എന്നാണ്. വാസ്തവത്തിൽ മായമില്ലാത്ത ഒരേ ഒരു കാര്യം ദൈവവചനം മാത്രമാണ്. ബാക്കി എല്ലാറ്റിലും മായം കലർന്നിരിക്കുന്നു. ഈ വചനമെന്ന മായമില്ലാത്ത പാൽ എന്തിനു വേണ്ടിയുള്ളതാണ്? അപ്പോസ്തലൻ പറയുന്നത് രക്ഷയ്ക്കായി വളരുന്നതിന് വേണ്ടി എന്നത്രേ. എന്താണ് ഈ രക്ഷ എന്ന് പറഞ്ഞാൽ? ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. എബ്രായ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും എന്നത്രേ. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഒരു വലിയ ന്യായവിധി വരാൻ പോകുന്നു. പാപികളായ മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ ഏകരക്ഷാമാർഗമായ കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്നവർക്ക് ഒരു വലിയ ന്യായവിധിയുണ്ട്. ആ അന്ത്യന്യായവിധിക്ക് ശേഷമായി ഒരു വലിയ ശിക്ഷാവിധിയുണ്ട്. അത് നിത്യമായ നരകാഗ്നിയാണ്. അതേ സംബന്ധിച്ചാണ് ദൈവവചനം പറയുന്നത് ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും എന്നുള്ളത്.
താങ്കൾ ഇതുവരെയും ആ രക്ഷയിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വാസത്താൽ സ്വീകരിക്കുക. അങ്ങനെ താങ്കൾക്ക് ദൈവമകനായി ദൈവമകളായി തീരുവാൻ സാധിക്കും. നിത്യശിക്ഷാവിധിയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് നിത്യജീവന്റെ അവകാശിയായി തീരുവാൻ അങ്ങനെയുള്ളവർക്ക് ഇടയായിത്തീരും. അതിന് താങ്കളെ കർത്താവ് സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ആത്മനാഥന്റെ സ്നേഹവചനങ്ങൾ നിത്യവും ശ്രവിപ്പാൻ സ്വർഗീയനാഥം ദ ഹെവൻലി വോയിസ്. യാത്രയും തീർന്നിടാറായി ക്ഷീണവും മാറിടാറായി മാത്ര നേരമേയുള്ളൂ വീട്ടിൽ ചേരാൻ. യാത്രയും തീർന്നിടാറായി ക്ഷീണവും മാറിടാറായി മാത്ര നേരമേയുള്ളൂ വീട്ടിൽ ചേരാൻ. അല്ലൽ വെടിഞ്ഞു തവ വല്ലഭൻ കാന്തയായി ഹല്ലേലൂയ ഗാനങ്ങൾ പാടി വാഴാം. അല്ലൽ വെടിഞ്ഞു തവ വല്ലഭൻ കാന്തയായി ഹല്ലേലൂയ ഗാനങ്ങൾ പാടി വാഴാം. ഈ മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻപുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻപുരി എന്നൊരു നാടുണ്ട്. ഈ മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻപുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻപുരി.